ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മൈൻഡിലൂടെ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇപ്പോഴും സെയിം ഫീലിങ്സ് തന്നെയാണ്. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സെയിം ഫീലിങ്സ്, നിങ്ങളെപ്പോഴാണോ ആദ്യമായി കണ്ടുമുട്ടിയത് ആ സമയത്തുള്ള അതേ ഫീലിങ്സ് തന്നെയാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോഴും ഉള്ളത്. അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒക്കെ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നല്ല സ്നേഹം തന്നെയാണ്, സെയിം ഫീലിങ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പെട്ടെന്ന് പ്രതികൂല സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയ വഴക്കം ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയത്. നിങ്ങളെ കുറച്ച് നാൾ കാത്തിരുന്നിട്ട് നിങ്ങൾ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് കുറച്ച് നാളത്തേക്ക് കാത്തിരുത്തിക്കണം. കാത്തിരിപ്പിൻ്റെ ആ ഒരു അവരുടെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കൂടിപ്പോയതായി കാണുന്നു. ഓക്കെ, പിന്നീട് അവിടെ ഒരു ഈഗോ പ്രശ്നം വരികയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുണ്ടായ ദൂരം വളരെ കൂടിപ്പോയതായി കാണുന്നു. ഓക്കെ, വിട്ടയച്ചത് അവരുടെ ഇഷ്ടത്തോടെ ഒന്നും അല്ല. അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളെ വിട്ടയക്കുന്നതിൽ അവർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെ വിട്ടയക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നു. അവർ ഒരുപാട് വേദനിച്ചിട്ടാണ് നിങ്ങളെ വിട്ടയച്ചത്. നിങ്ങളെ വിട്ടയക്കണമെന്നൊന്നും അവരുടെ മനസ്സിൽ ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ മൈൻഡിനെ മാറ്റിയിരിക്കുന്നതായി അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ചില തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളെ വിട്ടയക്കേണ്ടതായി വന്നിട്ട് ഓക്കെ. പക്ഷേ നിങ്ങൾ പലപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹം നിങ്ങളൊരിക്കലും അത് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ വിചാരം അവർ എപ്പോഴും ജഗ്ല് ചെയ്തിരുന്നു, നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നു, നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു അവരുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം. ഉണ്ടല്ലോ, ചില കാർമിക് സിറ്റുവേഷൻ ഇടപെട്ടത് കാരണം അവരുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കുറഞ്ഞതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ അവർ ഒരുപാട് മാനസിക വിഷമം തോന്നുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ് കാണിക്കുന്നു. ഇതൊരു ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ചില ഇഷ്യൂസ് ഉണ്ടായതായി കാണുന്നു. കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ നടന്നിരിക്കുന്നു. ഗോൾഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പണസംബന്ധമായിട്ടോ അങ്ങനെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഇടയിലും ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് അവരുടെ ചിന്തകൾ പോകുന്നത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഇനി നിങ്ങളെ വിട്ട് കളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വളരെ ഒരു സ്റ്റാറായി മാറിയിരിക്കുന്നു. നിങ്ങളിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ അവരിപ്പോൾ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പോലും ഒരു പ്രകാശമായി തീരുന്നു എന്നുള്ളതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്ന ആരെങ്കിലും എതിർത്ത് നിന്നിരുന്നാൽ പോലും അതൊന്നും അവരൊരു മാറ്റർ ആക്കുന്നില്ല. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഓവറോൾ എനർജി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ അവരാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആക്കി നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയെങ്കിൽ ഇപ്പോൾ ശരിക്കും അവരാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ക്യൂൻ ഓഫ്
ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വണ്ണം അവർ മടിച്ചു നിൽക്കുന്നതായി കാണുന്നു. കാരണം ഒരുപാട് വാക്കുകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കടന്നു വരാൻ വയ്യാത്ത രീതിയിൽ അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹങ്ങൾ ഇപ്പോഴും അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല, നല്ല സ്നേഹം തന്നെയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വണ്ണം എവിടെയൊക്കെയോ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമായ എനർജിയിൽ ചോദിക്കുന്നു, ഒരു റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് ഒരു റീയൂണിയൻ സാധ്യമാക്കുമോ? 2 കാർഡുണ്ട്. ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. റീയൂണിയൻ സാധ്യമാകുമോ? ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ കൂടിയും കുറച്ച് ഈഗോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് താമസം പിടിക്കും എന്നുള്ളതേ ഉള്ളൂ. റീയൂണിയൻ വന്നുകൊള്ളും, പക്ഷേ ഇപ്പോൾ ഈഗോ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഉടൻ തന്നെ റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇത് എംപറർ എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? റീയൂണിയനിൽ എന്തുകൊണ്ടാണ് എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. കുറച്ചുകൂടി സമയം കഴിയട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളായിട്ട് തന്നെ അവരുടെ പിറകെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഈഗോ കാണിച്ച് നിൽക്കുകയാണ്. നിങ്ങളായിട്ട് തന്നെ അവരുടെ പിറകെ നടക്കണം. നിങ്ങൾ നേരത്തെ നമ്മൾ നോക്കിയതിൽ കണ്ട് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആക്കി പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ പിറകെ നടക്കട്ടെ, കുറച്ച് നാൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഈഗോ കാണിച്ച് നിൽക്കുകയാണ്. റീയൂണിയൻ ഉണ്ടായിക്കോളും, പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്ലോക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ബ്ലോക്ക് മാറ്റുവാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, കോൾ മെസ്സേജ് ചെയ്യുവാനും ബ്ലോക്ക് മാറ്റുവാനുമുള്ള സാധ്യതയുണ്ടോ? ഫസ്റ്റ് സെക്കൻഡ്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ ബ്ലോക്ക് മാറ്റുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ബ്ലോക്ക് മാറ്റുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഉടൻ തന്നെ നിങ്ങളുടെ ബ്ലോക്കുകൾ മാറുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കുറച്ച് ഈഗോയും കാര്യങ്ങളും ഉണ്ട്. ഈഗോയുണ്ട്. ബ്ലോക്കൊക്കെ മാറിക്കോളും. സമയം വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടക്കുറവ് കൊണ്ടല്ല, സമയം വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ എത്രത്തോളം നന്നാകുന്നു നിങ്ങളുടെ ഇടയിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ടുണ്ടോ, ഇപ്പോഴും അവരെ ചേസ് ചെയ്ത് അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അവർ നിങ്ങളെ വീക്ഷിക്കുകയാണ്. നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇഷ്ടമില്ലാതിരുന്ന ചില സ്വഭാവ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഒരു സമയം അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റും. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഈഗോ ആയിട്ട് നിൽക്കുകയാണ്. മാറ്റിക്കോളും. ഓക്കെ, അപ്പം എന്തായാലും ബ്ലോക്കുകളും റീയൂണിയനുമുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഫസ്റ്റ് സെക്കൻഡ്. ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ ബ്ലോക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മെൻ്റലി ഫുള്ള് നിങ്ങൾ ബ്ലോക്കായിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്കാക്കിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാനസികമായി എല്ലാ തരത്തിലും ബ്ലോക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളൊരു കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത്. അവരില്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ വളരെ വിഷമത്തിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും ബാലൻസ് വന്ന് അവർ തിരികെ വരണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും അവരിൽ നിന്നും പുറത്ത് പോകുവാൻ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ നിന്നും പുറത്ത് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. വീണ്ടും വിട്ടു പോകണമെന്ന് വിചാരിക്കും, മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിക്കും, വീണ്ടും അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങൾ മജീഷ്യനായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ
നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടേതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ, കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ വരട്ടെ, ബ്ലോക്ക് മാറ്റുമ്പോൾ മാറ്റട്ടെ എന്നുള്ളൊരു മാനസിക അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? വേൾഡിൻ്റെ കാർഡ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഓർമ്മകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെയും ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മകൾ തന്നെയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള മാനസിക സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ ചില ഡാർക്ക് എനർജിയിലായിരുന്നു. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവരുടെ പിറകെ ചേസ് ചെയ്ത് നിങ്ങൾ മടുത്തു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, യാചിച്ച് അവരുടെ പിറകെ പോയി നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ തളർന്നു പോയി, അവരുടെ പിറകെ നടന്ന് നിങ്ങൾ തളർന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഓക്കെ, നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരു നെഗറ്റീവ് എനർജിയിൽ തന്നെയാണ്, റിലേഷനുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഫസ്റ്റ് കാർഡ് പിന്നും രക്ഷ നേടിയിട്ടുണ്ട്, മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ബ്ലോക്കേജ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് കാർഡുകാർക്ക് ഇപ്പോഴും അവർ വരാത്തതിൽ, അവരുടെ ഓർമ്മകളിൽ പ്രതീക്ഷയോട് അഫർമേഷനോടുകൂടി കാത്തിരിക്കുകയാണ്. രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് വേദനിക്കുന്നതായി കാണുന്നു. അവരുടെ ഓർമ്മകൾ ഒരുപാട് അലട്ടുന്നതായി കാണുന്നു. രോഗത്തിൽ കൂടി തന്നെ കടന്നു പോകുന്ന സിറ്റുവേഷൻ, നല്ല രീതിയിൽ ആൻസൈറ്റിയും അതുപോലെ തന്നെ ഡിപ്രഷനും പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ്, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ചില കർമ്മ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അഫർമേഷൻ ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തും നേടിയെടുക്കുവാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.